ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്ത് ഇൻവെർട്ടർ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ഏരിയയിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലഗ് സോക്കറ്റാണ് ഈ കാണുന്നത്. 6 മോഡുകളുടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ 2 പവർ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 16 ആംസിൻ്റെ 2 പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 20 ആംസിൻ്റെ, അതായത് 16 ആമ്പിനും 20 ആണ് സ്വിച്ച് വന്നിരിക്കുന്നത്. 2 2 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 20 ആംസിൻ്റെ 2 വേ സ്വിച്ച്. അത് സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞു വാങ്ങിക്കണം, കാരണം ഇൻവെർട്ടർ സെക്ഷൻ ആയതുകൊണ്ട് അത്യാവശ്യം ആംപിയർ വരും. ആദ്യമേ തന്നെ നോക്കുക, എർത്ത്. ആദ്യം റൈറ്റ് സൈഡാണ് നമ്മൾ ചാർജിങ്ങിന്, ഇൻവെർട്ടറിൻ്റെ ചാർജിങ്ങിന് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലഗിൽ ആദ്യമേ തന്നെ എർത്ത് കാര്യങ്ങൾ പച്ച വയർ വന്നേക്കുന്നുണ്ട്, എർത്ത് കൊടുത്തു. പിന്നെ വന്നിരിക്കുന്ന ന്യൂട്രൽ കണ്ട ബ്ലാക്ക് വയറാണ് ന്യൂട്രൽ വന്നിരിക്കുന്നത്. 2.5 വയറാണ് ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് ആ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്തു. പിന്നെ വരുന്നത് ഫേസ് ആണ്, അതായത് ചാർജിങ്ങിന് വേണ്ടി ഇൻവെർട്ടർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻവെർട്ടറിൽ നിന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ റിട്ടേൺ ആയിട്ട് സപ്ലൈ പോകുന്നതിന് വയറിട്ട് കൊടുത്തിരിക്കുന്ന വയറാണ് ഈ കാണുന്ന റെഡ് വയർ, മെയിൻ ആയിട്ട് റെഡ്. പിന്നെ ഈ 2 വേ സ്വിച്ചുകൾ രണ്ടും തമ്മിൽ താഴത്തെ രണ്ടിൽ തമ്മിൽ ലിങ്ക് ചെയ്യണം. അതെന്തിനാണെന്ന് പറഞ്ഞുതരാം വ്യക്തമായിട്ട്. 2 വേ സ്വിച്ചിൻ്റെ താഴെ 2 ലിങ്ക് ചെയ്യുക. അതിനുശേഷം ഇതാണ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫേസ് 1. ഈ ഫേസ് നമ്മൾ ഒന്നാമത്തെ, അതായത് ഈ സ്വിച്ചിൻ്റെ സെൻറ്ററിലാണ് കൊടുക്കേണ്ടത്. അതായത് ഇത് വന്നത് ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ്. ആ ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരുന്ന വയറാണ് വന്നിരിക്കുന്നത്. ഇൻവെർട്ടറിൻ്റെ ഔട്ട് വന്നിരിക്കുന്ന വയർ നമ്മൾ അടുത്ത 2 വേയുടെ സെൻറ്ററിൽ കൊടുത്തു. പിന്നെ ഓരോ സ്വിച്ചിൻ്റെയും ഏറ്റവും മുകളിൽ നിന്നുള്ളത് 2 പ്ലഗുകൾ സോക്കറ്റിലേക്കായിട്ട് റൈറ്റ് സൈഡാണ് കൊടുത്തത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 2 സ്വിച്ചും നമ്മൾ ഓഫ് ചെയ്തിടുക. ഇൻവെർട്ടർ ഇല്ലാത്ത അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇൻവെർട്ടർ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ബൈപ്പാസ് നോക്കാം. അതായത് ഫേസ് വന്നു, നേരെ താഴത്തെ ഇതിലേക്ക് വന്നു. ഈ ഫേസ് ഇതിൽ നേരെ വന്നു. സ്വിച്ച് ഓഫ് ചെയ്തിറക്കുമ്പോൾ താഴത്താണ് കണക്ഷൻ വരുന്നത്. ആ താഴത്ത് കൂടി വയർ ലിങ്ക് ചെയ്തുകൊണ്ട് അടുത്ത സ്വിച്ചിലേക്ക് വന്നു, നേരെ ഇൻവെർട്ടറിലേക്ക് കയറി. സ്വിച്ച് 2 ഓഫ് ആയതുകൊണ്ട് ഇൻവെർട്ടറിലേക്ക് കയറിപ്പോയി. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇടിവെട്ടൊക്കെ വരുന്ന സമയത്ത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. 2 പ്ലഗ് ഊരിയിടുക, സ്വിച്ച് ഓഫ് ചെയ്തിടുക, അതാണ് ചെയ്യുന്നത്. ഇനി ഇൻവെർട്ടർ വയ്ക്കുന്നത് നമ്മൾ എന്താ വെച്ചാൽ 2 സ്വിച്ചും ഓൺ ആക്കിയിടുക. ഇനി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇൻവെർട്ടർ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓണാക്കി സാധാ ഫേസ് റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സെൻട്രലിൽ നിന്നും മുകളിലേക്കാണ് കണക്ഷൻ വരുന്നത്. അതുവഴി നേരെ വന്ന് ഈ സെക്ഷനിലേക്ക് വന്നു, ഇപ്പുറത്തെ സെക്ഷനിൽ. അതിലാണ് ചാർജിങ് വരുന്നത്. ഇനി ചാർജിങ് ഔട്ട് വന്ന് നോക്കുക. ഇത് അതുപോലെ തന്നെ തൊട്ടുപുറത്ത് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ ഒരൊറ്റ വയർ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അതായത് റൈറ്റ് സൈഡ് തന്നെ കൊടുത്തിരിക്കുന്ന ഫേസ്. ആ ഫേസിലൂടെ നേരെ ഇൻവെർട്ടർ വഴി കയറി ഇറങ്ങി സ്വിച്ച് ഓൺ ആയതുകൊണ്ട് മുകളിൽ നിന്നും സെൻറ്ററിലേക്കാണ് ഉള്ളത്, നേരെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് പോകുന്നു. അതായത് ഇൻവെർട്ടർ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ലെഫ്റ്റ് സൈഡ് ഇൻവെർട്ടറിൻ്റെ ഔട്ടിന് വേണ്ടിയിട്ടാണ് ഈ പ്ലഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇൻവെർട്ടർ ഓഫ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഇരുവെട്ട് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇൻവെർട്ടർ ഫ്രണ്ടിലെ സ്വിച്ച് ഓഫ് ചെയ്യുക. അതിനുശേഷം 2 പ്ലഗ് റിമൂവ് ചെയ്തതിന് ശേഷം ഈ 2 സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്ത് സാധാ KCB ഇൻവെർട്ടർ ലൈനിലേക്ക് ബൈപ്പാസ് കയറിപ്പോവും. അപ്പോൾ അതായത് നമ്മൾ ഇൻവെർട്ടർ ഊരിയിടുന്ന അവസ്ഥയിലാണ് ഈ പറഞ്ഞത്. ഇടിവെട്ട് വരുന്ന സമയത്ത് ഇൻവെർട്ടർ വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 സ്വിച്ചും ഓൺ ആക്കി ഇടുക. അപ്പോൾ റൈറ്റ് സൈഡ് ഫേസ് ചാർജിങ് നടക്കും, ലെഫ്റ്റ് സൈഡിലെ പ്ലഗിലേക്ക് നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഔട്ട് വരും. അങ്ങനെയാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട്, അതായത് ഇരുവെട്ട് കാര്യങ്ങളുള്ള സമയത്ത് ഏറ്റവും ഡേഞ്ചർ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേഞ്ചറായിട്ട് വരുന്ന ഇൻവെർട്ടർ സെക്ഷൻ ഊരിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇടിവെട്ടിൽ അടിച്ചു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് തന്നെ യാതൊരു അപകടവും കൂടാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ടിൽ ഓഫ് ചെയ്യുക. അതിനുശേഷം 2 പ്ലഗും കുത്തിയിരിക്കുന്ന 2 പ്ലഗ് ഓഫ് ചെയ്ത് ഊരി മാറ്റിയതിന് ശേഷം ആ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ബൈപ്പാസ് ചെയ്ത് ഓൾറെഡി ഓക്കെ ആയിക്കോളും. അപ്പോൾ KCBയിൽ ലൈറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ, ലൈൻ ഉണ്ടെങ്കിൽ KCB ലൈറ്റ് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ ഇൻവെർട്ടർ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്, എന്നാൽ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.